ഹായ് എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ ബിജു ജോർജ് ടി വി ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ടി വി അഴിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് കണ്ടൊരു ഫോൾട്ടാണ് ഒരു കപ്പാസിറ്റർ ഡാമേജ് ആയിട്ടുള്ളത്. അപ്പോൾ ടി വിയിൽ കസ്റ്റമർ പറയുന്നത് പവർ ഇല്ല. അപ്പോൾ ഈ കപ്പാസിറ്റർ ഡാമേജ് വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ഓടി ചെന്നിട്ട് കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതേക്കുറിച്ച് ഒരു കറക്റ്റ് ഒന്ന് രണ്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വെറുതെ ഓടിപ്പോയിട്ട് അങ്ങോട്ട് റീപ്ലേസ് ചെയ്യുന്നത് ഈ ഭേദം അതൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതാണ്, അവിടെ എന്തെങ്കിലും ഒരു വോൾട്ടേജ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് ഇതിൻ്റെ വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അവിടെ എന്തെങ്കിലും ഒരു വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യും. വോൾട്ടേജ് ഒന്നും വരുന്നില്ലെങ്കിൽ പിന്നെ ആ മദർ ബോർഡ് പിന്നെ ഈ പവർ സപ്ലൈ ഫുൾ റിപ്പയറിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളതൊന്ന് കൺഫേം ചെയ്യും, എന്തെങ്കിലും ഒരു വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. ഓക്കെ, മൾട്ടിമീറ്റർ ഞാൻ ഇതിലോട്ട് വെച്ച് മൾട്ടിമീറ്റർ ഞാൻ ആദ്യം ഒന്ന് ഗ്രൗണ്ടിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മിഡിൽ പിന്ന് മിസ്റ്റേക്ക് ഒന്നും വരരുത്, ഒരു വോൾട്ടേജ് വരുന്നുണ്ട്, ഒരു 3.5. ആ സമയത്ത് ഞാൻ ഇതിൻ്റെയോ 19. അപ്പോൾ ഈ സമയത്ത് ഈ കപ്പാസിറ്റർ മാറ്റിയിട്ടാൽ നമുക്കതിനൊരു പ്രയോജനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ വോൾട്ടേജ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ SMPS വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രോപ്പർ ഫിൽറ്ററിങ് കിട്ടാത്തതുകൊണ്ട് അത് ഓൺ ആവാതിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് കപ്പാസിറ്റർ മാറ്റിയാൽ നമുക്കൊരു പ്രയോജനം ഇതിന് കിട്ടുമെന്നുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമയമൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒരു കസ്റ്റമർക്ക് നമുക്കൊരു പ്രൈസ് പറയണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു പ്രൈസ് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇത് ചെക്ക് ചെയ്യും, SMPS വർക്കിംഗ് ആണോ ഇല്ലെന്നുള്ളത്. അതായത് ഈ സെക്ഷൻ ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാകത്തില്ല. ചില സമയത്ത് ഇങ്ങനെയുള്ള ഫിൽറ്ററുകൾ പോകുന്നുണ്ടെങ്കിൽ പ്രൈമറി സ്റ്റേജ് മൊത്തം കംപ്ലീറ്റ് ഡാമേജ് ആവാറുണ്ട്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പവർ ഓഫ് ചെയ്തു. ഇതിൻ്റെ കംപ്ലീറ്റ് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നത് ഊരിയെടുത്തു. പവർ കേബിൾ ഓക്കെ, കുഴപ്പമില്ല. ഈ കപ്പാസിറ്റി ഞാനൊന്ന് റീപ്ലേസ് ചെയ്യട്ടെ. കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുന്നുണ്ടേ ആദ്യം ഒരു സ്വല്പം ലെഡ് അതിലേക്ക് അപ്ലൈ ചെയ്ത് അതിനുശേഷം പിന്നുകളൊന്ന് നേരെയാക്കും. ഈ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിൽ ഏതെങ്കിലും ഒരു വോൾട്ടേജ് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡേഞ്ചറാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിൽ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഞാൻ മിക്കവാറും കാണാൻ സാധ്യതയില്ല, ചാർജ് ഇതിനകത്തില്ലായിരുന്നു. ചിലതിൽ കപ്പാസിറ്റർ ചാർജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില മോഡലുകളിൽ 2-3 ടൈപ്പ് ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 15 വാട്ടിൻ്റെ ഒരു ബൾബാണ്. ഇതൊരു ബൾബാണ്. ഇതിപ്പോൾ ഡിസ്ചാർജിങ് ടൂൾസൊക്കെ അവൈലബിളായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം ഡിസ്ചാർജ് ചെയ്യുന്നൊരു ബൾബാണ് ഉപയോഗിക്കുന്നത്, 15 വാട്ടിൻ്റെ ഒരു ബൾബാണ് ഉപയോഗിക്കുന്നത്.
അപ്പം ഇത് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടിയാണ് ഇത് പിന്നെ ഹൈ ടെമ്പേർഡ് ടേപ്പ് വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. ചില സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി മുട്ടി പെട്ടെന്ന് പൊട്ടാതിരിക്കാൻ. എന്നാലും ചില സമയത്ത് പൊട്ടാറുണ്ട്. ഒരു പരിധി വരെ സംരക്ഷിക്കാൻ സാധിക്കും. ഇവിടെയുള്ള എല്ലാ ബൾബുകളും ഇതുപോലെ പൊതിഞ്ഞതായിരിക്കും. ഇതെല്ലാം ഹൈ ടെമ്പേർഡ് ടേപ്പ് വെച്ചിട്ട് പൊതിഞ്ഞായിരിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് SMPSൻ്റെ ലോഡ് ചെക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ലോഡ് വർക്ക് ചെയ്യുന്നതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊരു പിന്നെ 24 വോൾട്ട് പിന്നെ വണ്ടിയുടെ ഈ ട്രക്കിൻ്റെയൊക്കെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബാണ്. അപ്പോൾ അത് അത്യാവശ്യം ലോഡും എടുക്കും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സീരീസിൽ ഉപയോഗിക്കും, പാരലിൽ ഉപയോഗിക്കും, ചിലപ്പോൾ ലോഡ് ചെക്ക് ചെയ്യും. അങ്ങനെ പല രീതിയിൽ ഇത് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഇനി ആ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യാം. കാലുകൾ നേരെയാക്കി ഇത് ചെയ്യുന്നതിന് മുമ്പേ കപ്പാസിറ്ററിലെ ചാർജ് കംപ്ലീറ്റ് തീർന്നു എന്ന് ഉറപ്പ് വരുത്തണം. എന്താണെന്ന് വെച്ചാൽ ഉറപ്പ് വരുത്തില്ല എന്താ സംഭവിക്കുന്നത് അറിയാം. ചിലപ്പം ഇതിനകത്തു നിന്നൊരു ഫീഡ്ബാക്ക് ഉണ്ടാവും, ചിലതിലുണ്ടാവും. അപ്പോൾ ഇത് കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പുതിയ ഡിവൈസ് കൂടെ വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി പോയതാണ്, എന്നാലും ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇതൊരു പുതിയ ഡിവൈസ് വന്നേക്കുന്നതാണ്. ഇപ്പോൾ കപ്പാസിറ്റർ ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് വോൾട്ടേജാണ് വരുന്നത്. ഇവിടെ സ്വിച്ച് വരുന്നുണ്ട്. സ്വിച്ച് വന്നു, ഞാനിത് കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ മാക്സിമം ഒരു 600 വോൾട്ട് വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടോ, ഇതൊരു 150 വോൾട്ട് വരെ കയറി പോകുന്നുണ്ട്. ഇത് മാക്സിമം 10 വോൾട്ടിൻ്റെയാണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഡാമേജ് ആണ്. ഒരു മിനിറ്റ് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇത് ഫുൾ ഡാമേജ് ആണ്. അപ്പം സെയിം സ്ഥലത്ത് നമ്മളൊരു 10 വോൾട്ട് 1200. അപ്പോൾ നമ്മൾ 25 വേണേലും ഇടാം. ഓക്കെ, ഞാനൊരു പുതിയ കപ്പാസിറ്റർ എടുത്തു, 2225 വോൾട്ട്. അപ്പോൾ വേറൊരു കപ്പാസിറ്റർ എടുത്തു, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോസിറ്റീവിൽ കൊടുത്തു, നെഗറ്റീവിൽ കൊടുത്തു. ഇത് അമർത്തി പിടിക്കുന്നുണ്ടേ അത് വോൾട്ടേജ് വരാൻ തുടങ്ങും. ഒരു മാക്സിമം ഒരു 15 വരെയൊക്കെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇത് ചാർജിങ് കിട്ടിയിട്ടുണ്ട്. ഇത് മൊത്തം ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഇതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് ലെഗ് ഇതിന് പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. പോസിറ്റീവും നെഗറ്റീവും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബോർഡ് ഡാമേജ് വരും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബോഡി ഡാമേജ് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ
റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്ക്രൂ ഇട്ടതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേതാ ഇതിൻ്റെ സ്ക്രൂ അല്ലേ? എന്തായാലും ഇതൊന്ന് ഓണാക്കി നോക്കാം എന്തായെന്നുള്ളത്. അപ്പോൾ ടി വിയിൽ പക്ഷേ പവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ പവർ വന്നു. ഓക്കെ, സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓണായി. ഇതിന് ലൈനുണ്ട്, പക്ഷേ സ്ക്രീനിൽ 2 ലൈനുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ മാറ്റിയപ്പോൾ ടി വി റെഡിയായി. ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് സ്വിച്ചിങ് നടക്കുന്ന സമയത്ത് ഒരു AC പൾസിലായിരിക്കും സ്വിച്ചിങ് നടക്കുന്നത്. അപ്പോൾ ഒരു ഡയോഡ് വെച്ചിട്ട് അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് ഇതിലാണ് അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഒരു വോൾട്ടേജ് വരുമ്പോൾ ആ ഡയോഡ് കഴിഞ്ഞിട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജ് വരും. അതായത് ഡയോഡ് പോസിറ്റീവ് മാത്രമേ കടത്തി വിടത്തുള്ളൂ. പോസിറ്റീവിനെ കടത്തി വിടുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് അത് സേവ് ചെയ്ത് വെക്കും, കറണ്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു അതായത് ഫ്രീക്വൻസിയുടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടേ അത് ഫില്ല് ചെയ്യുക. അതായത് ഒരു വാട്ടർ ടാങ്ക് പോലെ തന്നെ ഇതിനെ കറണ്ടിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റോറേജാണിത്. അപ്പോൾ അതിന് ഡാമേജസ് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്യില്ല. ഇതിനകത്ത് 1-2 കെമിക്കൽസും എല്ലാം ഉണ്ട്. മാക്സിമം ഒരു വോൾട്ടേജ് ഉണ്ട്, മാക്സിമം ഒരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ് വരെ അത് സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ഡാമേജ് ആയിപ്പോവും. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാലും വർഷങ്ങൾ പഴക്കം ഉണ്ടെങ്കിലും ചില കേസസിൽ അത് പോകാറുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുക. ടി വി റെഡി ആവാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.